ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ശ്രുതിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് അവർ ഹസ്ബൻഡും വൈഫും കൂടി അവിടേക്ക് വരുന്നുണ്ട്. വന്നത് ഇന്നലെ വൈകുന്നേരം എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഇന്നാണ് കേട്ടോ പോകുന്നത്, ഇന്ന് രാവിലെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അങ്ങനെ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവാം. നമുക്കിപ്പോൾ ബസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. ബസ് കിട്ടിയാൽ ബസ്സിൽ കയറും, ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോയിൽ പോകും. കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അമ്മയും മോനും ഉണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ചെമ്പരത്തിൻ്റെ ചുവട്ടിലാണ്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് റോഡിലേക്ക് നിന്നപ്പോൾ തന്നെ ഓട്ടോ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇപ്പോൾ പോവാണ്. ഇതിപ്പോൾ ശ്രുതീൻ്റെ വീടിൻ്റെ അവിടേക്കുള്ള ഭാഗത്തേക്ക് വരുന്ന ഒരു ഓട്ടോ തന്നെയാണ് കിട്ടിയത്. പകുതി വഴി വരെ നമുക്ക് ഈ ഓട്ടോ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ബാലുശ്ശേരി ബസ് കയറിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ദൂരം എന്താ പറയുക ഓട്ടോ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും അമ്മയും മോനും അതിൽ കയറിയതാണ്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം ഓട്ടോയിൽ പോയി ആ ഓട്ടോൻ്റെ സ്റ്റാൻഡ് എത്തിയ സമയത്ത് അവരവിടെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ ബസ് കയറിയിട്ട് ഇപ്പോൾ ഇതാ ശ്രുതീൻ്റെ വീട്ടിലേക്ക് നടന്ന് പോവാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന് പോകാണ്ട്. അപ്പം നമ്മളിത് ശ്രുതീൻ്റെ വീട്ടിലെത്തി. ശരിയല്ലേ? ആ വെറുതെ ഇങ്ങോട്ട് തിരി ഒരു ഹായ് ഒക്കെ പറയും. ഓരോടി അങ്ങനെ ശ്രുതി കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ചോറൊക്കെ കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ അവരിപ്പോൾ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം എല്ലാ സമയവും നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനാണ് നോക്കിയത്. അപ്പോൾ അവിടെ ഇതാ തിരിച്ചു പോവുകയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. ഇനി എന്നാണ് വരിക എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും പോയി വരട്ടെ. എന്ന് കാണും നമ്മൾ. എന്നാ എൻ്റെ എല്ലാവരോടും ടാറ്റ പറഞ്ഞാൽ പോവുക വരെ. ഇനി വേഗം പോയിട്ട് ചോറ് തിന്നോളി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആളിപ്പോൾ പോകുന്നത്. അങ്ങനെ അവരിതാ പോവാണ്. അവൾക്ക് പോകുന്ന വഴിക്ക് അവൾ വർക്ക് ചെയ്തിട്ടുണ്ടിരുന്ന മെഡിക്കൽ ഷോപ്പില്ലേ, അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവൾക്ക്. എന്താ പറയുക, വയസ്സായ അപ്പൂപ്പന്മാരൊക്കെയാണ് കേട്ടോ. അവരെല്ലാവരെയും കാണണം, ഏച്ചിമാരെ കാണണം, എല്ലാവരെയും കാണണം എന്ന് പറഞ്ഞിട്ട് അമ്പലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൾ വർക്ക് ചെയ്ത് ആ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. അതിലേ അങ്ങ് പോവാന്ന് ഓർത്തിട്ട് അതിലേ പോകുന്നുണ്ട്. കുട്ടിക്ക് അപ്പൊ ഞങ്ങളൊക്കെ ആരാ? ഞങ്ങൾക്കൊന്നുമില്ല. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഞാൻ ബാക്കിയുള്ള ഭാഗ്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ താഴത്തൂടെയാണ് കേട്ടോ വരുന്നത്. അതായത് പുഴേൻ്റെ സൈഡില്ലേ, അതിലൂടെയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വരുമ്പോൾ എന്തായാലും ഉള്ള പരിപാടിയാണ് വീഡിയോ എടുക്കുക, കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുക, പുഴയിലേക്ക് കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ എടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അതിലേ ഇങ്ങനെ നടന്നപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ അവരും അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മാതിരി ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കെട്ടിപ്പൊക്കിയത് കാരണം ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങാം. ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഇതേപോലെ സൈക്കിൾ എടുത്തിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇതിലെ വണ്ടി ഓട്ടോ ഒക്കെ വല്ലപ്പോഴേ വരുള്ളൂ. പക്ഷേ ബൈക്ക്, ടൂ വീലർ ഒരുപാട് നമ്മുടെ ഇടവഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനോണ്ട് തന്നെ ഞാനും കൂടെ പോകും കേട്ടോ. സൈക്കിൾ ഓടിക്കുമ്പോൾ വണ്ടി വരുന്നുണ്ടോ എന്ന് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതാ അച്ഛൻ താഴത്ത് പോയി വന്നപ്പോൾ മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് 2 അയലയും പിന്നെ അതേപോലെ ഒരു സ്രാവില്ലേ, സ്രാവിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഈ സ്രാവിൻ്റെ കുട്ടീനെ നന്നാക്കാൻ ഞങ്ങൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല. കാരണം ഇങ്ങനെ സ്രാവ് മുഴുവനോടൊക്കെ വാങ്ങിക്കൊണ്ടുവരാറില്ലായിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ അവർ തരിക, അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ ഏതായാലും കിട്ടിയ സ്ഥിതിക്ക് മുറിച്ച് പഠിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മയില്ലേ, അമ്മ നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല കേട്ടോ, വെജിറ്റേറിയൻ ആണ്. അപ്പോൾ മീൻ നന്നാക്കും, മീൻ കറി വെക്കും, പൊരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ചിക്കൻ കറി വെക്കും, ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി വെക്കുമെങ്കിലും ഇതെങ്ങനെയാണ് നന്നാക്കുക എന്നുള്ള കാര്യം വലിയ പിടുത്തമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ കെട്ടി ഇവിടെ കെട്ടി ചെയ്യുന്നു. പക്ഷെ എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ സ്കിന്ന് എന്താ പറയുക, മുറിയാനൊരിത്തിരി പാടാണ്. അപ്പോൾ ശരിക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, പീടികയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ കഷ്ണം മുറിച്ച് തരച്ചിട്ടൊക്കെയാണല്ലോ നമുക്ക് തരിക. എന്തായാലും ഞങ്ങൾ ഈ ഒരു സ്രാവിനെ കഴിയുന്ന വിധത്തിൽ മുറിച്ച് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ കറിയോ പൊരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് ഓർത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ.
മുറിക്കേറ് കഷ്ണം. ചെറിയ കഷ്ണം പഞ്ഞി, അത് നല്ലതാ സാധനം. അങ്ങനെ മീൻ മുറിച്ച് പഠിച്ചിരിക്കുന്നു അമ്മ. ഞാൻ ആദ്യം മുറിക്കായിരുന്നു, പഠിച്ചു, സ്രാവ് മുറിച്ച് പഠിച്ചു. അങ്ങനെ അതിസാഹസികമായിട്ട് ഞങ്ങൾ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ അടുപ്പിൻ്റെ ആ സംഭവം മൊത്തത്തിൽ ഇളകി പോയിട്ടോ കല്ലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. സമയം ആയിട്ടില്ല, കുറച്ചുകൂടി സമയം വേണം. എന്നിട്ട് വേണം അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ മീനൊക്കെ മുറിച്ച് പഠിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ മുറിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ അമ്മേൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ കുറച്ച് ഇതേപോലെ കശുവണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എണ്ണി നോക്കി, കറക്റ്റായിട്ട് 26 എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എണ്ണി സെറ്റാക്കിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം മുറ്റത്തുള്ള നമ്മുടെ ചെമ്പരത്തീൻ്റെ മരമില്ലേ, ഒരുപാട് ചെമ്പരത്തി പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തീൻ്റെ മരത്തിൻ്റെ മേലിൽ നിന്ന് ഒരു ചെമ്പരത്തി പൂ മാത്രം പറിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് അതാണ്ട് കിടക്കുന്ന താഴെ ഒരു ചെമ്പരത്തി പൂ പൊട്ടി വീണത് കേട്ടോ. അപ്പോൾ പിന്നെ അവനെയും കൂടി എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കണ്ടോ, അതിൻ്റെ ഞെട്ടൊക്കെ ഇല്ലേ, അതും ആ ഒരു പൂമ്പൊടീൻ്റെ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുക്കുക. ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് ആ ഒരു ചെമ്പരത്തീൻ്റെ ആ ഒരു കൊഴുപ്പില്ലേ, അത് നന്നായിട്ട് ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പെട്ടെന്ന്, അതായത് ഡെയിലി ബേസിസിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് സംഭവമാണ് കേട്ടോ ഇത് ഫേസ് വാഷ് ആയിട്ട് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസൊക്കെ ഇല്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സ്കിന്നിൽ എന്താ പറയുക, നാച്ചുറലായിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ചെമ്പരത്തിത്താളി നമ്മൾ ഹെയറിലിടുന്നത് എന്തിനാണ്? തലയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ ചെമ്പരത്തി പൂവ് ഫേസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫേസിലുള്ള അഴുക്കും ഡേട്ടും കാര്യങ്ങളൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നായി മാറുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെക്കുക. പെട്ടെന്ന് തന്നെ ആ ഒരു കൊഴുപ്പില്ലേ, അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർപ്ഷൻ നടക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ജസ്റ്റ് ഒന്ന് അരിക്കണം കേട്ടോ. അരിച്ചതിന് ശേഷം ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഫുൾ ബോഡിയിലും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ അമീൻ ഇതാ 2-3 വണ്ടിയൊക്കെ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. അവൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് അത്ര ഈ വണ്ടി. ഇത് മോനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഇതേപോലെയുള്ള വണ്ടി ഇനി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടണമല്ലോ, അത് എവിടെ നിന്ന് ഒപ്പിക്കുന്നതാണ്. ഇതേപോലെ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇതിൻ്റെ പേരാണ് കിണ്ണത്തപ്പം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കിണ്ണത്തപ്പം? ഇതാണ് കിണ്ണത്തപ്പം. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ചായ കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഷ്ണം മുറിക്കാൻ നല്ല രസമാണ്, ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ ഇത് മുറിക്കുന്ന സമയത്ത്. കണ്ടോ, കേക്ക് മുറിച്ചെടുക്കുന്നത് പോലെ ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിക്കാം. ഇത് ശർക്കരയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതാണ് ആ ഒരു കളറ് വന്നിട്ടുള്ളത്. ശർക്കരേൻ്റെ മധുരമാണ് മൊത്തത്തിൽ ഉണ്ടാകുക. അപ്പോൾ ഇതാണ് നമ്മൾ ചായ കൂട്ടിയത്. പിന്നെ ഇത് എനിക്ക് ഡാൻസിന് നമ്മൾ പരിപാടി ഉണ്ടല്ലോ 19ാം പരിപാടിക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ചേച്ചിമാരെല്ലാവരും കൂടി വാങ്ങി തന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. ഇതിന് ഷോൾ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചിക്കു കളർ പാൻറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഏയ്ഷ് ഇതെന്താണെന്നറിയോ, ഇതാണ് പച്ചരിയും ഉഴുന്നും കേട്ടോ. ഇത് രണ്ടും കൂടി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദോശമാവ് ഇഡ്ഡലി മാവ് ഇതിൻ്റെ പൗഡറല്ലേ ഉണ്ടാക്കിയത് എന്നല്ലേ. അല്ല കേട്ടോ, ഇത് നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റാക്കി എടുക്കുകയാണ്. ഈ വൈറ്റ് റൈസ് അതേപോലെ തന്നെ ഉഴുന്ന്, നമ്മുടെ പച്ചരി ഉഴുന്നും നല്ല അടിപൊളി സ്കിൻ കെയറിന് പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സ്കിൻ കെയറിന് ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു അടിപൊളി ടാൻ റിമൂവിങ് അതേപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം സെറ്റാക്കി വെക്കുന്നത്. ഇതിലേക്ക് വേറൊരു സാധനം കൂടി വേണം കേട്ടോ ശരിക്കും. അതെന്താണെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഉഴുന്നും പച്ചരിയും കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി രാത്രിയല്ലേ, നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ
വൈകുന്നേരം നന്നാക്കിയിട്ടുള്ള സ്രാവും അതേപോലെ തന്നെ അയിലൊക്കെ ഇല്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഡെയിലി വ്ളോഗ്സും അതേപോലെ തന്നെ എന്താ പറയുക, പ്രൊഡക്റ്റ് റിവ്യൂസ്, DIYs കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ടൈം കുറച്ചാലോ, അതായത് വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ്, 15 മിനിറ്റ്, 10 മിനിറ്റിൻ്റെ ഇടയിലൊക്കെ വരുന്ന വീഡിയോസില്ലേ, അങ്ങനെ ആക്കിയിട്ട് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.